നമസ്കാരം. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസണിലെ സൂപ്പർ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനെ 12 റൺസിന് തോൽപ്പിച്ചിരിക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. അവസാന ഓവറിലേക്ക് നീണ്ട ത്രില്ലറിനൊടുവിലാണ് മുംബൈയെ RCB തറപറ്റിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത RCB 5 വിക്കറ്റിന് 221 റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ മുംബൈക്ക് 9 വിക്കറ്റിന് 209 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. മുംബൈയുടെ സീസണിലെ 4ാം തോൽവിയായിട്ട് ഇതിനെ കണക്കാക്കാം. RCBക്കെതിരായ മുംബൈയുടെ തോൽവിക്ക് പിന്നാലെ വലിയ വിമർശനം കേൾക്കുന്നത് സൂര്യകുമാർ യാദവാണ്. മുംബൈയുടെ വെടിക്കെട്ട് താരവും ഇന്ത്യയുടെ T20 നായകനുമായ സൂര്യ 26 പന്തിൽ 28 റൺസാണ് നേടിയത്. റൺ മല പിന്തുടരുമ്പോൾ സൂര്യകുമാർ യാദവ് നടത്തിയ മെല്ലെപ്പോക്ക് ബാറ്റിംഗാണ് ടീമിന്റെ തോൽവിക്ക് കാരണമായി മാറിയതെന്ന ആക്ഷേപവും ശക്തമാണ്. സൂര്യ പാഴാക്കിയ പന്തുകൾ മത്സരത്തിൽ നിർണായകമായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. എന്നാൽ മുംബൈയുടെ തോൽവിക്ക് സൂര്യയെ മാത്രം പഴിക്കുന്നതിൽ കാര്യമില്ല. നായകൻ ഹർദിക് പാണ്ഡ്യ കാട്ടിയ മണ്ടത്തരങ്ങൾ ടീമിന്റെ തോൽവിക്ക് കാരണമായിട്ടുണ്ട് എന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകരടക്കം പറയുന്നത്. 2 വിക്കറ്റും 15 പന്തിൽ 42 റൺസും ഹർദിക് നേടിയിരുന്നു. എന്നാൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഹർദിക് എടുത്ത പല തീരുമാനങ്ങളും നിരാശപ്പെടുത്തുന്നതായിരുന്നു. നിലവിലെ ഏറ്റവും മികച്ച പേസ് ബോളിംഗ് കൂട്ടുകെട്ട് മുംബൈയിലാണെന്ന് പറയാം. ജസ്പ്രീത് ബുംറ, ട്രെന്റ് ബോൾട്ട്, ദീപക് ചാഹർ എന്നിവർ ടീമിലുണ്ടായിട്ടും RCB 221 റൺസ് അടിച്ചത് ഹർദിക്കിന്റെ മണ്ടത്തരം കൊണ്ടാണ്. താരങ്ങളെ വേണ്ട വിധം ഉപയോഗിക്കാൻ ഹർദിക്കിന് സാധിക്കാതെ പോയി. ട്രെന്റ് ബോൾട്ടിനെ ഉപയോഗിക്കാൻ ഹർദിക്കിന് അറിയില്ല. രാജസ്ഥാൻ റോയൽസിൽ പവർ പ്ലേയിൽ പുലിയായിരുന്നു ബോൾട്ട്. രോഹിത്തിന് കീഴിൽ മുംബൈയിൽ കളിച്ചപ്പോഴും പവർ പ്ലേയിൽ മികവ് കാട്ടി. എന്നാൽ ഇപ്പോൾ ഹർദിക്കിന് കീഴിൽ തല്ലുകൊള്ളിയായി മാറുകയാണ്. RCBക്കെതിരെ 4 ഓവറിൽ 57 റൺസാണ് വിട്ടുകൊടുത്തത്. ഹർദിക്ക് 4 ഓവർ പന്തിറങ്ങി 45 റൺസും വഴങ്ങി. ദീപക് ചഹാർ പവർ പ്ലേയിൽ തല്ലുകൊണ്ടു. ഹർദിക്ക് 2 ഓവർ മാത്രമാണ് ദീപക്കിന് നൽകിയത്. ജസ്പ്രീത് ബുംറയെ പവർ പ്ലേയിൽ വേണ്ട പോലെ ഉപയോഗിക്കാനും ഹർദിക്കിന് സാധിക്കാതെ പോയി. പവർ പ്ലേയിൽ നേടിയ മികച്ച തുടക്കമാണ് RCB പിന്നീട് മുതലാക്കിയത്. മുംബൈയിലെ പിച്ചിൽ പേസർമാർക്കാണ് മുൻതൂക്കമെന്ന് ഉറപ്പാണ്. എന്നാൽ സ്പിന്നർമാർക്ക് യാതൊരു പിന്തുണയും ലഭിക്കില്ല എന്ന് പറയാനാകില്ല. കൃണാൽ പാണ്ഡ്യ 4 വിക്കറ്റുമായി മാച്ച് വിന്നറാകുന്നത് എല്ലാവരും കണ്ട കാര്യമാണ്. മുംബൈ നിരയിൽ വിഘ്നേഷ് പുത്തൂരിനെ പോലൊരു താരം ഉണ്ടായിട്ടും വേണ്ട വിധം ഉപയോഗിക്കാൻ ഹർദിക് പാണ്ഡ്യയ്ക്ക് സാധിക്കാതെ പോയി. ആദ്യ ഓവറിൽ 10 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റാണ് വിഘ്നേഷ് വീഴ്ത്തിയത്. എന്നാൽ പിന്നീട് 1 ഓവർ പോലും വിഘ്നേഷിന് നൽകിയതുമില്ല. 15ാം ഓവറിൽ വിഘ്നേഷിനെ പുറത്താക്കി രോഹിത് ശർമ്മയെ പകരം കളത്തിലെത്തിച്ചു. പിച്ചിന്റെ സ്വഭാവം മനസ്സിലാക്കുന്നതിൽ നായകൻ ഹർദിക് പാണ്ഡ്യയ്ക്ക് തെറ്റ് പറ്റിയെന്നതിന് ഇതിലൂടെ വ്യക്തവുമാണ്. വിഘ്നേഷിനെ ഒതുക്കി സ്വയം പന്തെടുത്ത ഹർദിക് നന്നായിട്ടാണ് തല്ലുവാങ്ങിയത്. വിഘ്നേഷിനെ പുറത്താക്കാനുള്ള ഹർദിക്കിന്റെ തീരുമാനവും മണ്ടത്തരമായി പോയി എന്ന് തന്നെ പറയാം. മുംബൈയുടെ ടോപ്പ് ഓർഡറിന്റെ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് ടീമിനെ പിന്നോട്ടടിച്ചതെന്ന കാര്യവും പറയേണ്ടിയിരിക്കുന്നു. രോഹിത് ശർമ്മ, റിയാൻ റിക്കിൾട്ടൺ ഓപ്പണിംഗ് കൂട്ടുകെട്ട് മികവ് കാട്ടിയതുമില്ല. 3ാം നമ്പറിൽ വിൽ ജാക്സനെയാണ് മുംബൈ കളിപ്പിച്ചത്. 18 പന്തിൽ 22 റൺസാണ് താരം RCBക്കെതിരെ നേടിയത്. മുംബൈ 3ാം നമ്പറിൽ തിലക് വർമ്മയെ കളിപ്പിക്കാത്തത് മണ്ടത്തരമായിട്ടാണ് കണക്കാക്കേണ്ടത്. ഇന്ത്യക്കായി അടക്കം 3ാം നമ്പറിൽ മിന്നിച്ച തിലകിനെ 5ാം നമ്പറിലാണ് ഹർദിക് കൊണ്ടുവന്നത്. ബാറ്റിംഗ് ഓർഡറിലെ പിഴവ് മുംബൈയെ തോൽപ്പിക്കാൻ കാരണമായി മാറിയെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല.